ഇന്ന് ഈസി ആയിട്ടുള്ള ഒരു വള്ളിപ്പയർ തോരനാണ് കാണിക്കുന്നത്. അതിന്റെ റെസിപ്പി നമുക്ക് കാണാം. ഈ വള്ളിപ്പയർ ഇപ്പം വെളിയിൽ ഗൾഫിലും യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഉള്ളവർക്ക് ഈ വള്ളിപ്പയർ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. ഗൾഫിലുള്ളവർക്ക് ലുലു മാൾ പോലുള്ള ഷോപ്പിംഗ് പ്ലേസുകളിലൊക്കെ അവൈലബിൾ ആയിരിക്കും. പക്ഷെ യൂറോപ്യൻ രാജ്യത്തുള്ളവർക്ക് ഇപ്പം ഈ വള്ളിപ്പയർ കിട്ടാനും ലഭ്യത കൂടുതലാണ്. കാര്യം ഒരുപാട് ഏഷ്യൻ ഷോപ്പുകളൊക്കെ ഇവിടെ ഇപ്പം സ്റ്റാർട്ടായിട്ടുണ്ട്. പക്ഷെങ്കിൽ മുൻകാലങ്ങളിലൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പം നാട്ടിൽ ഹോളിഡേ ഒക്കെ പോയിട്ട് വരുമ്പോൾ എല്ലാവരും ഈ പയർ കൊണ്ടുവരുമായിരുന്നു. ഇപ്പം ഇത് 2 മാസത്തിന് മുമ്പ് എൻ്റെ ഹസ്ബൻഡ് നാട്ടിൽ പോയപ്പം ഇത് കൊണ്ടുവന്നാണ്. ഞാനിത് കഴുകി തോർത്തി ഇതെല്ലാം പൊളിച്ചു അരിഞ്ഞു ഫ്രീസറിൽ വെച്ചതാണ്. ഇന്നിത് തോരൻ വെക്കാം. ഇപ്പം 2 മാസമായിട്ട് ഇത് കണ്ടോ, നല്ല പച്ചപ്പ് ഇപ്പോഴും മാറിയിട്ടില്ല. കുറച്ച് ഐസൊക്കെ പിടിച്ചിരിക്കുന്നതേ ഉള്ളൂ. പയറെല്ലാം റെഡിയായിട്ട് അരിഞ്ഞിരിക്കുവായതുകൊണ്ട് നമുക്ക് ഈ തേങ്ങയും ഉള്ളിയും ഈ പച്ചമുളകും വെളുത്തുള്ളി എല്ലാം അരിഞ്ഞു വെച്ചേക്കുന്നതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി കൂടി ഇട്ട് അതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കടുക് പൊട്ടിച്ച് അതിലേക്ക് എളുപ്പം ഇട്ട് ഇളക്കി എടുക്കുവാണ്. ഈസിയായ രീതിയിലുള്ള ഒരു തോരനാണ് കാണുന്നത്. അരമുറി തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് തിരുമിയത്. അതിലേക്ക് ചെറിയ ഉള്ളി ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞതും 2 പച്ചമുളകും 3 അല്ലി വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞത് വെച്ചിട്ടുണ്ട്. കറിവേപ്പിലയില്ല, അതുകൊണ്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് കൈയിട്ടൊന്ന് ഇളക്കി ഞെരുടിയെടുക്കണം. അപ്പം നമ്മൾ കല്ലി ചതച്ചെടുക്കുന്നതിന് പകരം കൈവച്ച് തന്നെ നമ്മളൊന്ന് എളുപ്പത്തിൽ ചെയ്തെടുക്കും. അപ്പം നമ്മുടെ അരപ്പ് റെഡി ആയിരിപ്പുണ്ട്. ഞാൻ കൈവച്ച് തന്നെ ഒന്ന് എല്ലാം കൂടെ ഒന്ന് തിരുമ്മി എടുത്തതേ ഉള്ളൂ. പാൻ ചൂടായപ്പോൾ ഇതിൽ 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. വെളിച്ചെണ്ണ ചൂടായപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ഈ തേങ്ങാക്കൂട്ട് ഇട്ടിളക്കാം. കറിവേപ്പിലയുടെ ഒരു കുറവ് മാത്രമുണ്ട്. കടുക് പൊട്ടി ഇനി ഇതിലേക്ക് അരപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം ഒരു 1.5 ടീസ്പൂണ് ഉപ്പാണ് ചേർത്ത് കൊടുത്തത്. ഉപ്പ് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇനിയും ഇതെല്ലാം ഒന്ന് ഇളക്കി ചെറുതായിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പയറിട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി എല്ലാം കൂടെ അരപ്പും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഇനി ഒന്ന് അടച്ചു വെച്ച് വേവിച്ച് കൊടുക്കാം. ഇടയ്ക്ക് അടപ്പ് തുറന്ന് പയറെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇപ്പോൾ ഏകദേശം ഇത് വേവായിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റ് കൂടെ ഒന്ന് കിടന്നാൽ മതി. അപ്പം ഞാൻ ഉപ്പൊക്കെ നോക്കി എല്ലാം നല്ല കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടപ്പടച്ച് ഒരു 2 മിനിറ്റ് കൂടെ വെക്കാം. ഇനി അടപ്പ് തുറന്ന് നമ്മളുടെ പയറ് ഇപ്പം ഇതെന്തോന്ന് നോക്കാം. പയറൊക്കെ വെന്തിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാം മസാല ഇത്ര വേഗമാണ്. ഇത് മൊത്തത്തിൽ ഒരു 10 മിനിറ്റ് പോലും എടുത്തില്ല. ഇപ്പം ശരിക്കും ടൈം നോക്കിയായിരുന്നു. ഞാനിപ്പം ക്ലോക്കില് ഒരു 10 മിനിറ്റ് തികച്ചെടുത്തില്ല. ഇതെല്ലാം പയർ അരിഞ്ഞിരുന്നുകൊണ്ട് ബാക്കി തേങ്ങായും സവോളയും എല്ലാം ഒന്ന് റെഡി ചെയ്ത ടൈമേ എടുത്തുള്ളൂ. ഇതിനിയും തീ ഓഫ് ചെയ്യാം. ഇതിനിയും കറിവേപ്പില ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ കറിവേപ്പില വാരി വിതറി കൊടുക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് പയറിന്. എന്ത് ചെയ്യാം, കറിവേപ്പില ഇല്ലല്ലോ. ഇനി ഇത് ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് തീ ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റാം. ഈസി ആയിട്ടുള്ളൊരു പ്രോൺസ് മസാലയാണ് ചെയ്യുന്നത്. കുക്ക്ഡ് ആൻഡ് പീൽ ആയിട്ടുള്ള പ്രോൺസ് ആണിത്. ഇതിങ്ങനെ ഷോപ്പിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഇത് ഫ്രോസൺ ഫുഡുകൾ ഇരിക്കുന്നതിന്റെ അവിടെയാണ് ഇത് ലഭ്യത. അപ്പം നമുക്ക് ഇതൊന്ന് പ്രോൺസ് മസാല വെക്കുന്നത് കാണാം. അപ്പം അതിലേക്ക് ഒരു പാൻ വെച്ച് പാൻ ചൂടായപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനത് ഒരു ടേബിൾ സ്പൂണാണ് നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുത്തു. ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഇന്ന് വെക്കുന്ന കറികൾക്കൊക്കെ ഇവിടെ കറിവേപ്പിലയുടെ ഒരു കുറവുണ്ട്. കറിവേപ്പില കടയിൽ നിന്ന് വാങ്ങിച്ചത് തീർന്നു പോയി. നാട്ടിലാണെങ്കിൽ ഇപ്പോൾ ഓടി വെളിയിലോട്ട് പോയി അടത്തി എടുത്തുകൊണ്ട് വരായിരുന്നു. അപ്പം കടുക് ഇട്ട് കൊടുത്തു. കടുക് ഇങ്ങനെ പൊട്ടുമ്പോൾ നമുക്ക് ഒരു സവോളയും ചെറുതായിട്ട് അരിഞ്ഞതും അതിലേക്ക് 2 പച്ചമുളകും ഒരു 3-4 ചെറിയ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ
ഇട്ട് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ 1 സ്പൂണ് ഉപ്പിട്ട് കൊടുത്തു. ഈ സവോള വേഗം വഴലാൻ വേണ്ടി ഉപ്പിട്ട് കൊടുത്താൽ അത് വേഗം സവോള ഒന്ന് വഴലും. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മൾ 1 മിനിറ്റിലേക്ക് ഒരു അടപ്പെടുത്ത് അടച്ചു കൊടുക്കാം. ഇനി അതൊരു മിനിറ്റോളം ഇരിക്കട്ടെ, എന്നിട്ട് അടപ്പ് തുറന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഈ സവോള എല്ലാം ഒന്ന് നല്ലവണ്ണം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇട്ട് കൊടുത്തത്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം വീണ്ടും 1 മിനിറ്റ് കൂടെ ഈ അടപ്പൊന്ന് അടച്ചു കൊടുക്കാം. അടച്ചു കൊടുക്കുമ്പോൾ എളുപ്പം തക്കാളിയും സവോളയൊക്കെ ഒന്ന് വഴലും. ഇനിയും നമുക്ക് 1 മിനിറ്റ് കൂടെ ഒന്ന് അടച്ചു കൊടുക്കാം. ഇപ്പം നമ്മളുടെ തക്കാളിയും സവോളയും ഒക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. അതിനു വേണ്ടി ഞാൻ 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും 1 സ്പൂണ് മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരുപാട് മസാലയൊന്നും നമുക്ക് വേണ്ട ഇതിന്. ഇനി ഇതെല്ലാം ഒന്ന് ഇളക്കി ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കഴിയുമ്പോൾ നമുക്ക് ഈ പ്രോൺസ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഞാൻ ആദ്യമേ ഉപ്പ് ചേർത്ത് കൊടുത്താണ്. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ അനുസരിച്ച് ചേർത്ത് കൊടുക്കാം, ടേസ്റ്റിനനുസരിച്ച്. ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു. ഇനി നമുക്ക് അടപ്പ് വെച്ച് അടച്ചു കൊടുക്കാം. ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിക്കോളും. ഓൾറെഡി ഈ പ്രോൺസ് കുക്ക്ഡാണ്. ഇനിയും ഈ മസാലയിലെല്ലാം ഒന്ന് ഇത് പിടിച്ചാൽ മതി. നമുക്കൊന്ന് അടച്ചു കൊടുക്കാം 1 മിനിറ്റിനെയൊക്കെ. ഇപ്പം 2 മിനിറ്റായി അടപ്പടച്ചു വെച്ചിട്ട്. ഇനി അടപ്പ് മാറ്റി നമുക്കൊന്ന് നോക്കാം. ഒക്കെ വെന്തിട്ടുണ്ട്. ഓൾറെഡി കുക്ക്ഡായ പ്രോൺസ് ആണല്ലോ ഇത്. ഇതിൽ നിന്നും തന്നെ ഇറങ്ങിയ ജ്യൂസാണ് ഇത്, ആ പ്രോൺസിൽ നിന്നും. അപ്പം ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കട്ടെ നമ്മൾ. എല്ലാം ഉണ്ട് പാകത്തിന്. ആ തക്കാളിയിൽ നിന്നിറങ്ങിയ പുളി എല്ലാം ഉണ്ട്, വെന്തിട്ടുണ്ട് പ്രോൺസ്. ഇനി നമുക്ക് ഒരു ഫൈനലായിട്ട് ഇതിനകത്തേക്ക് 1/2 ടീസ്പൂണാണ് കുരുമുളക് പൊടി കൊടുക്കാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂണ് നമ്മൾ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ് കൊടുക്കുന്നത്. ഗരം മസാല ഇടണ്ട പ്രോൺസിൽ, അപ്പം വേറൊരു ടേസ്റ്റ് വന്നു പോകും. ഇത് മാത്രം മതി. നമ്മൾ വെളിച്ചെണ്ണയിലാണല്ലോ ആദ്യം കടുക് പൊട്ടിച്ചത്. ഇനി ഇപ്പോഴേ ഈ കറിക്കും നമ്മൾ കറിവേപ്പില ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു, കുറച്ച് തൂവി കൊടുത്തായിരുന്നെങ്കിൽ. കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് എനിക്ക് നല്ലൊരു വിഷമമുണ്ട്. എന്ത് ചെയ്യാം, ഇനിയും നാളെ വേണം കറിവേപ്പില റേഷൻ കടയിൽ പോയി വാങ്ങാൻ. അപ്പോൾ ഇനി ഇത് അടപ്പടച്ചു കൊടുക്കാം. അടച്ചിട്ട് തീ ഓഫ് ചെയ്ത് നമുക്ക് അടുപ്പിൽ നിന്നും ഈ കറിയും വാങ്ങാം. ഇനി അടുത്തത് ഉരുളക്കിഴങ്ങ് വെക്കാം. വളരെ ഈസി ആയിട്ടുള്ള ഒരു ഉരുളക്കിഴങ്ങ് കറിയാണ് ഇപ്പം ഞാൻ കാണിക്കുന്നത്. അതിൻ്റെ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ എല്ലാ ബിഗിനേഴ്സും നമ്മൾ പഠിത്തമൊക്കെ കഴിഞ്ഞ് ഹോസ്റ്റൽ ജീവിതമൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ജോലി കിട്ടിക്കഴിയുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു ഉരുളക്കിഴങ്ങ് കറിയാണ്. ഈ കറി ഇപ്പം വെക്കുമ്പോൾ എനിക്ക് എൻ്റെ ലൈഫിലെ ഒരു 25 വർഷത്തിൻ്റെ ബാക്കിലേക്ക് ഞാൻ പോവുകയാണ്. ബാംഗ്ലൂരിൽ നേഴ്സിംഗ് പഠനമൊക്കെ കഴിഞ്ഞ് ഹോസ്റ്റലിലായിരുന്നപ്പോൾ നമ്മൾ ആദ്യം ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ മിക്ക ദിവസവും ഉരുളക്കിഴങ്ങ് കറിയാ. കാര്യം വെക്കാൻ എളുപ്പമുണ്ട്, ചിലവും കുറവാണ്. അപ്പം അതിനു വേണ്ടി പാൻ വെച്ച് അത് പാൻ ഒന്ന് ചൂടായി കഴിഞ്ഞപ്പം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു. ഇത് ഞാനിന്ന് വെജിറ്റബിൾ ഓയിലാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഇതിന്. അതിന് 1 സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുത്തു. ആ എണ്ണ ഒന്ന് ചൂടായപ്പോൾ നമ്മൾ കുറച്ച് കടുക് ഇട്ട് കൊടുത്തു. ഇനി അന്നൊക്കെ കറിക്ക് വേറെ ഒന്നുമില്ല, ഒരു സവോള അരിഞ്ഞ് പച്ചമുളകും. അന്ന് കറിവേപ്പിലയൊന്നും നമ്മൾ ഇല്ലല്ലോ. അപ്പം അങ്ങനെ അതിനുവേണ്ടി സവോളയും പച്ചമുളകും ഇട്ട് കൊടുത്തു. ഇനി ഇതൊന്ന് വാടുമ്പോൾ കുറച്ച് മസാലയൊക്കെ ചേർത്ത് എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു കിഴങ്ങ് കറി. ഈ സവോള ഒന്ന് വഴലാൻ വേണ്ടി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ സവോള എളുപ്പം. അതിനുവേണ്ടി ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തത്. അപ്പം ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കുറച്ച് ഒരു 2 മിനിറ്റിലേക്ക് ഈ സവോള ഒന്ന് വേഗം വഴലാൻ വേണ്ടി നമുക്ക് ഒരു അടപ്പെടുത്ത് അടച്ചു കൊടുക്കാം.
അപ്പോൾ സവോളയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. തക്കാളി 1 2 നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു തക്കാളി, വലിയ തക്കാളി ആയതുകൊണ്ട് ഒരു തക്കാളിയെ ഇട്ട് കൊടുത്തുള്ളൂ. ഇനി ഈ തക്കാളി ഒന്ന് വഴലാൻ വേണ്ടി ഇതൊന്ന് അടച്ചു കൊടുക്കാം. അപ്പോൾ ഈ സവോളയും തക്കാളിയും ഒക്കെ ഒന്ന് പാതി വഴന്നിട്ടുണ്ട്. അപ്പോൾ ഈ ബാച്ചിലർ ലൈഫിൽ അതിനുള്ള ക്ഷമയൊന്നും ഇല്ല, ഇതൊന്നും മൊത്തം വഴന്നൊന്നും വരാൻ. ഇനിയും ബാക്കി മസാലകൾ ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ അതിനുവേണ്ടി അന്നുള്ള മസാലകൾ എന്ന് പറഞ്ഞാൽ മഞ്ഞൾപ്പൊടി മെയിനാണ്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും. 1 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. നമ്മൾ 1 സ്പൂണ് മല്ലിപ്പൊടി, അതുപോലെ തന്നെ 1 സ്പൂണോളം 3/4 സ്പൂൺ മതി നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുത്തു. മുളക് പൊടി ഇവിടെ എപ്പോഴും കാശ്മീരി ചില്ലി പൗഡറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് ഇട്ട് പച്ചമണം മാറാൻ എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. അന്ന് ചേർക്കാത്ത ഒരു പൊടിയുണ്ട്, അന്ന് നമ്മൾ വെളുത്തുള്ളി അരിഞ്ഞിട്ടൊക്കെ ഉണ്ട്. ഇപ്പം കിഴങ്ങാണ് വെക്കുന്നതുകൊണ്ട് ഞാനൊരു കുറച്ച് ഗാർലിക് പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. അപ്പം നമുക്ക് ഇപ്പം ഗ്യാസ്ട്രൈറ്റീസിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരത്തില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു കുറച്ച് വെളുത്തുള്ളിയുടെ പൊടി, ഗാർലിക് പൗഡർ ഇവിടെ പൊടിയായിട്ട് വാങ്ങാൻ കിട്ടും, അതേതൊന്ന് ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞ് കഴുകിയെടുത്ത് വെച്ചത് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി മസാലയെല്ലാം ഒന്ന് ഈ കിഴങ്ങിൽ ഒന്ന് പിടിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞ് നമുക്ക് ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ചൂടുവെള്ളം ഒഴിച്ച് ഒരു കറി, ഇതാണ് പണ്ട് ബാച്ചിലർ ലൈഫിൽ ഞങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു കറിയാണ്. ഇനിയും ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്ത് ഇനിയും എല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് ഇളക്കി ഇനി അവിടെ പതച്ച് കൊടുക്കുവാണ്. ഈ കറി, ഈ കിഴങ്ങൊക്കെ ഒന്ന് വേകട്ടെ. നമ്മൾ സവാള വഴറ്റിയപ്പോൾ ഉപ്പിട്ട് കൊടുത്തതാണ്. ഇനി നമ്മൾ ഇതൊന്ന് തിളച്ച് കഴിഞ്ഞിട്ട് ഉപ്പ് നോക്കാം. ഇടയ്ക്ക് ഞാൻ അടപ്പ് മാറ്റി കറി ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. ഉപ്പൊക്കെ നോക്കി, കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. ഒരു 1/4 സ്പൂൺ ഉപ്പൂടെ ഞാൻ ചേർത്ത് കൊടുത്തു. അപ്പം കിഴങ്ങൊക്കെ ഒന്ന് വേവ് കയറിയേ ഉള്ളൂ. ഇനിയും ഇതൊരു 5 മിനിറ്റ് കൂടെയും ഇരിക്കണം. അപ്പം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതാണ് ഈ കറി. ഇത് നമ്മൾ മസാലയെല്ലാം വഴറ്റി ചൂടുവെള്ളം ചേർത്ത് വെക്കുന്നതുകൊണ്ട് ഇനി കിഴങ്ങ് എളുപ്പം വെന്തോളും. കിഴങ്ങ് വേകാൻ ഒരുപാട് സമയം വേണ്ടായല്ലോ. അപ്പം നമുക്ക് ഒന്നുകൂടെ അടപ്പടച്ചു കൊടുക്കാം. ഇത് പഴയ രീതിയിലുള്ള ഒരു കറിയുടെ മോഡലായതുകൊണ്ടാണ് ഞാനിങ്ങനെ ഈസി ആയിട്ട് വെക്കുന്നത്. ഇപ്പോഴത്തെ രീതി വെക്കുവാണെങ്കിൽ ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഒന്നുകൂടെ കടുക് താളിച്ച് കൊടുക്കാം. അപ്പോഴൊക്കെ കുറെ കൂടെ ടേസ്റ്റ് ആവും. അപ്പം ഇതാവുമ്പം വളരെ ഈസി ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ ഇപ്പം കറികളെല്ലാം റെഡിയായി. ഇനി ഞാൻ ഇതെല്ലാം ഒന്ന് നിങ്ങളെ ടേസ്റ്റ് ചെയ്ത് കാണിക്കാം. ഈ കറിക്കും ഈ ഗ്രേവിക്കും ഒക്കെ നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. ആ പഴമയുടെ ഒരു ടേസ്റ്റ് ഇപ്പം എൻ്റെ നാവിൽ വരുന്നുണ്ട്. ഇങ്ങനായിരുന്നു ഞങ്ങൾ ആദ്യ കാലങ്ങളിൽ ഞങ്ങൾ ജോലിയൊക്കെ കിട്ടി തുടക്കത്തിലെ കറി. അപ്പം നമ്മുടെ കറികളെല്ലാം 1/2 മണിക്കൂറിനുള്ളിൽ 3 കറി വെച്ചു. പെട്ടെന്ന് നമ്മളെ നാട്ടിൽ നിന്നും കൊണ്ടുവന്നതാണെന്ന് ഞാൻ എടുത്തു പറഞ്ഞായിരുന്നല്ലോ. നമ്മളുടെ പയറ് ഫ്രീസറിലിരുന്നത്, അതൊരു പയർ തോരൻ വെച്ചു. പെട്ടെന്ന് പണ്ട് ആദ്യ കാലങ്ങളിൽ ഞങ്ങൾ ബാംഗ്ലൂരിലായിരുന്നപ്പം വെച്ചുകൊണ്ടിരുന്ന ഒരു ഉരുളക്കിഴങ്ങ് കറി, ആ രീതിയിൽ കറിയെ, അതുപോലെ തന്നെ ഒരു ഈസി പ്രോൺസ് മസാല. അപ്പം സൈന്യയാണ് ഞാൻ ഇന്ന് ഡിന്നറിന്, എനിവേ ഞങ്ങൾ ഡിന്നറിന്റെ ടൈം ആയിരുന്നു. ഡിന്നർ എടുത്ത് വെച്ചു. ഇനി ഇത് കഴിച്ചിട്ട് ഈ കിഴങ്ങ് കറിയെ പറ്റി വല്ല ഓർമ്മയുണ്ടോ എന്ന് നോക്കിക്കേ. എല്ലാരും ആദ്യ കാലങ്ങളിൽ ബാംഗ്ലൂരിൽ വെച്ചോണ്ടിരുന്ന ഒരു കിഴങ്ങ് കറിയുടെ രീതിയാണ് ഇത് വെച്ച്. ഇന്നാണെങ്കിൽ നമ്മൾ അതിനകത്ത് തേങ്ങാപ്പാലൊക്കെ ചേർത്ത്, അന്ന് തേങ്ങാപ്പാലൊന്നും എടുക്കാനുള്ള ക്ഷമയോ അതൊന്നും ഇല്ലല്ലോ. പെട്ടെന്ന് കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും കൂടി, അതാണ് അന്നത്തെ മസാല. ആ രീതിയിൽ ഇന്ന് ഞാനൊന്ന് വെച്ച് നോക്കിയത്. മുട്ടയിടും. അപ്പം പിന്നെ മുട്ടക്കറിയായി. അപ്പം ഈ റെസിപ്പി ഈസി ആയിട്ടുള്ള ഇന്നത്തെ കറികള് ഇന്ന് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് ഉടനെ എത്താം.
അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു ഓൾ. അതോടൊപ്പം തന്നെ എന്റെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ലൈക്കും കമന്റും ഷെയറും ഒക്കെ തന്നെ സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു ഓൾ.